കുറച്ചു ദിവസം മുൻപ് ഒരു അധ്യാപകനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. ആനന്ദ് വിശ്വനാഥൻ. മൂന്നാറിൽ വിദ്യാർത്ഥിനികൾ നൽകിയ വ്യാജ പരാതിയിൽ കേസിലകപ്പെട്ട അധ്യാപകനായ ആനന്ദ് വിശ്വനാഥിന്റെ ജീവിതം എങ്ങനെയാണ് ഈ കേസിൽ പെട്ടത് എന്നും അതിനുശേഷം എന്താണ് ഉണ്ടായതും അദ്ദേഹത്തിന്റെ നിയമ പോരാട്ടം എങ്ങനെയായിരുന്നു എന്നെല്ലാം നമ്മൾ വലിയ തോതിൽ ചർച്ച ചെയ്തതാണ്. എന്നാൽ അതിനേക്കാൾ ഏറെ ശരിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും പറയാനുണ്ട്. സമൂഹത്തിന് മുന്നിൽ ഭർത്താവ് ആരോപണ വിധേയനായപ്പോൾ ഭാര്യ വസന്തയ്ക്കും കുട്ടികൾക്കും നാട് വിട്ടു പോകേണ്ടി വന്നിരുന്നു. ഓരോ വ്യാജ പരാതികളിലും ഇരയോടൊപ്പം ദുരിതം അനുഭവിക്കുന്നത് അവരുടെ കുടുംബാംഗങ്ങൾ കൂടിയാണ്. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് മൂന്നാറിലെ അധ്യാപകനായിരുന്ന ആനന്ദ് വിശ്വനാഥിൻ്റെ കുടുംബവും അദ്ദേഹവുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇപ്പം അന്നത്തെ ആ കാര്യം ഓർമ്മയുണ്ടാകും. ഈ കേസ് രജിസ്റ്റർ ചെയ്തത്, പോലീസ് വന്നത്, എങ്ങനെയായിരുന്നു നിങ്ങൾ അതൊക്കെ മറികടന്നു? கொஞ்சம் பயம் ரொம்ப இருந்தது. பிள்ளைங்களை வச்சுக்கிட்டு போலீஸ் வந்தோடனே எங்களுக்கு என்ன பண்ணுறது என்ன செய்கிறதுனே தெரியாது. இவரை அரெஸ்ட் பண்ணணும்னு சொல்லிட்டாங்க. ரொம்ப பிள்ளைங்களாம் பயந்துக்கிட்டு எங்கேயும் போக முடியாமல் வெளியும் போக முடியாமல் அப்படி வீட்டிலே உட்காந்துருந்தேன். ரொம்ப அழுதோம். அதுக்கப்புறம் நாங்கள் எங்கள் ரிலேஷன் வீட்டுக்கு போயிட்டோம். இவர் இல்லை நாக்கில் ரிலேஷன் வீட்டில் போய் ஒரு 2 மாதத்துக்கு இருந்துட்டு வந்தோம். നിങ്ങൾ ആ സമയത്ത് സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നോ? ஒரு 2 மாதம் ஸ்கூலுக்கெல்லாம் போக முடியலை. யார் பார்த்தாலும் உங்கள் அப்பா அரெஸ்ட் பண்ணிட்டாங்களே அப்படின்னு சொல்லிகிட்டே இருந்தாங்க. அதனால் பிள்ளைங்களோட லைஃபே பாதிச்சிச்சு. கொஞ்ச நாள் எங்களை குவார்ட்டர்ஸில் இருக்க விடலை. இங்கே யாரும் நீங்கள் இருக்கக்கூடாது, எல்லாம் காலி பண்ணிட்டு போங்கன்னு சொல்லிட்டாங்க. സർക്കാർ ക്വാർട്ടേഴ്സിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു. സാറെ സസ്പെൻഡ് பண்ணிட்டாங்களா, நீங்கள் எல்லாம் காலி பண்ணிட்டு போங்கன்னு சொல்லிட்டாங்க. அதனால் நாங்கள் മറയൂർക്ക് വന്നാச்சு. ഭർത്താവിനെ കോടതി കുറ്റവിമുക്തനാക്കി. ഇപ്പം എന്ത് തോന്നുന്നു? സമാധാനം? അന്ന് അനുഭവിച്ച വേദന ഇപ്പോൾ മാറിയിട്ടുണ്ടോ? മാറിയിട്ടുണ്ട്. സമാധാനം. പേപ്പറിലെല്ലാം വന്നതിനാல கொஞ்சம் സന്തോഷம்தான். സാർ എങ്ങനെയാണ് ആ ദിവസങ്ങളിൽ? കുടുംബത്തെ കുറിച്ചുള്ള ആശങ്കയുണ്ട്. കേസ് എന്താവും അറിയില്ല, എപ്പോൾ അറസ്റ്റിലാവും അറിയില്ല. അപ്പോൾ ആ ദിവസങ്ങൾ എങ്ങനെയാണ് മറികടന്നത്? ഇവിടുന്ന് എന്നെ അറസ്റ്റ് ചെയ്യും എന്ന് തോന്നിയപ്പോൾ തന്നെ ഞാൻ മൂന്നാർ വിട്ട് മാറി നിൽക്കേണ്ടി വന്നു. ബെയിൽ 1 മാസത്തിന് ശേഷമാണ് കിട്ടിയത്. പിന്നെ എൻ്റെ കുട്ടികൾക്കൊക്കെ ഇവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു ഞാൻ നിരപരാധിയാണെന്ന്. അതുകൊണ്ട് ഒരു മനക്കരുത്ത് ഇവർക്കും ഉണ്ടായി കാണണം. അതുകൊണ്ട് ഞങ്ങൾ ധൈര്യമായിട്ട് തന്നെ ഇത് ഫേസ് ചെയ്തു. ഞാനിതാ കുറ്റവിമുക്തനാക്കപ്പെട്ടു. എൻ്റെ ഫാമിലി അംഗങ്ങളെല്ലാം ഹാപ്പിയാണ്. ഒരു 5-6 പെൺപിള്ളേരെ ഇത്രയ്ക്കും ഇൻസ്റ്റിഗേറ്റ് ചെയ്ത ഈ പാർട്ടി, അല്ലെങ്കിൽ അതിൻ്റെ പുറയിലുണ്ടായിരുന്ന അധ്യാപകന്മാർ, അവരുടെ യഥാർത്ഥ മോട്ടീവ് എന്തായിരുന്നു? ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഈ പിള്ളേർ തന്നെ പറയുകയല്ലേ, ഞങ്ങൾ ഈ പരാതി എഴുതിയത് യൂണിവേഴ്സിറ്റി എൻക്വയറി കമ്മിറ്റിയുടെ മുമ്പിൽ കൊടുത്തതും അതുപോലെ നമ്മുടെ കോടതിയിൽ വന്ന് പറഞ്ഞതും ഞങ്ങൾ ഈ പരാതി എഴുതിയത് CPIM പാർട്ടി ഓഫീസിൽ വെച്ച് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ എം എൽ എ പാർട്ടിയിൽ നിന്ന് ജയിച്ചു കാണും. പക്ഷേ ഞങ്ങൾക്കും കൂടി MLA അല്ലേ, അതയാൾ മറന്നു. ഈ രാജേന്ദ്രൻ MLAയുടെ പ്രഷർ തന്നെയായിരുന്നു എന്ന് കരുതുന്നു. രാജേന്ദ്രൻ MLA അപ്പം ചെയ്തോ ഇല്ലെന്നല്ല, രാജേന്ദ്രൻ MLAയുടെ ഓഫീസ് ഇടപെട്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. വ്യാജ ആരോപണം നേരിടുമ്പോൾ തകരുന്നത് ഒരു വ്യക്തി മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബം കൂടിയാണ്. അതിന് ഉദാഹരണമാണ് ഇദ്ദേഹവും, ഈ അധ്യാപകനും അദ്ദേഹത്തിന്റെ കുടുംബവും. മറയൂരിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.